വളരെയധികം പ്രാധാന്യമുള്ള ഒരു നാലുകെട്ടിന്റെ പ്ലാനിലേക്കാണ് ഞാൻ ഇന്ന് കടക്കുന്നത്. ഞാൻ മാവേലിക്കരയ്ക്ക് അടുത്താണ് ഈ വീട് പണിതിട്ടുള്ളത്. ഏകദേശം 1 ഏക്കർ 12 സെന്റാണ് വീട് നിൽക്കുന്ന ഈ സ്ഥലം. വളരെ മെച്ചപ്പെട്ട രീതിയിൽ 4 ചുറ്റും വരാന്തയോടുകൂടി കേരളീയ ശൈലിയിൽ പൂർണ്ണമായും കേരള തനിമ ഉൾക്കൊള്ളുന്ന തരത്തിൽ ഒരു വീടാണ് ഈ നാലുകെട്ട് ഞാനായിട്ട് പണിത് പൂർത്തിയാക്കിയിട്ടുള്ളത്. നമസ്കാരം. അർജുൻ ആൻഡ് അസോസിയേറ്റ്സിന്റെ വാസ്തുഭവനം എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനൊരു നല്ല നാലുകെട്ടിനെ പറ്റി നിങ്ങളോട് വിവരിക്കുകയുണ്ടായി. അതിൻ്റെ ആദ്യത്തെ പാർട്ടെന്നുള്ള അതിൻ്റെ വാസ്തുപരമായ കണക്കുകളും അതിൻ്റെ ചുറ്റളവിനെ പറ്റിയൊക്കെയാണ് ഞാൻ വിശദീകരിച്ചത്. ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗത്തിലേക്കാണ് ഞാൻ കടക്കുന്നത്. ഈ വീട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പഴയ കാലത്തുണ്ടായിരുന്ന ഒരു നിർമ്മാണ ശൈലിയെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്ന തരത്തിൽ, അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പഴയ വീടുകളുടെ ശൈലിയും അന്നുണ്ടായിരുന്ന കണക്കുകളും അതിലെ പിന്നെ താമസിക്കുന്നവരുടെ ആ ഒരു മനോഭാവമൊക്കെ വെച്ച് നോക്കുമ്പോൾ പഴയ കാലത്തുള്ള ഈ വീടുകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ചിന്താഗതി പലർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്ന് ഒരു മാറ്റം വരുത്താനാണ് ഞാൻ ആദ്യമായിട്ട് അർജുൻ ആൻഡ് അസോസിയേറ്റ്സ് എന്നുള്ള ഈ സ്ഥാപനം തുടങ്ങിയത് മുതൽ ഈ 30 വർഷം കഴിയുന്ന ഈ സമയം വരെ ഞാൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ വീടുകളുടെ വിശേഷത്തെപ്പറ്റി പൂർണ്ണമായിട്ടും ഒന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ച് ഈ വീഡിയോ ചെയ്യുന്നതിനുള്ള എനിക്ക് പ്രചോദനം അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുവരെ കാണാത്തവർ അത് സബ്സ്ക്രൈബ് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീട്ടിൻ്റെ അടുത്ത വിശേഷങ്ങളിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് ഞാൻ ഈ വീട്ടിൻ്റെ പ്ലാൻ വരയ്ക്കുന്നതിന് മുമ്പ് ഈ സ്ഥലം പോയി കാണുകയുണ്ടായി. ഇത് കാണാനുള്ള കാരണം, ഞാൻ അനേകം നാലുകെട്ടും തറവാടുകളും ഒക്കെ ഇതിനകം തന്നെ ചെയ്തത് ഒരുപാട് പത്രങ്ങളിലും ടി വിയിലും ഒക്കെ എൻ്റെ വീടുകളെ പറ്റിയുള്ള പ്രോഗ്രാം വരികയും പത്രങ്ങളിൽ ഫീച്ചറായിട്ട് വരികയും ചെയ്തു. ഇദ്ദേഹം ഗൾഫിലാണ്. അവിടെ ഇരുന്നും കൊണ്ട് ഇത് മനസ്സിലാക്കിയിട്ടാണ് എന്നെ വിളിക്കുന്നത്. എനിക്കിങ്ങനെ ഒരു നല്ല നാലുകെട്ട് പണിയണം, സാറിൻ്റെ ആ വീട് എനിക്ക് വളരെയധികം ആ ഒരു കേരളീയ ശൈലി തന്നെ എനിക്ക് വേണം, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, വന്ന് നോക്കിയിട്ട് ഒരു പ്ലാൻ വരയ്ക്കണമെന്ന് എൻ്റെ അടുത്ത് ഇത് വീട്ടുടമസ്ഥൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേര് മുരളീധരൻ എന്നാണ്. അദ്ദേഹം സൗദിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോഴും അവിടെ തന്നെയാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ വളരെ വിശാലമായിട്ട് 1 ഏക്കർ 12 സെൻറ്റുള്ള ഒരു നല്ല സ്ക്വയർ, ഏതാണ്ട് ഒരു റെക്റ്റാങ്കിൾ ടൈപ്പിൽ നല്ല നിരപ്പായിട്ടുള്ള ഒരു ഉത്തമമായ ഭൂമിയായിട്ട് എനിക്കത് മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു വീടിൻ്റെ ഒരു പ്ലാൻ വരയ്ക്കാനും അത് നിർമ്മിക്കാനും എനിക്ക് അവസരം തന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാഗ്യവും, അല്ലെങ്കിൽ എനിക്കത് ചെയ്യാനുള്ള ഭാഗ്യവും, ഇത് ഏതാണോ നല്ലത് അത് തന്നെ എടുക്കുക, അതിനെ ഞാൻ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ വീട് ഞാൻ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇനി ഈ വീടിൻ്റെ പ്ലാൻ വരച്ച് അതിൻ്റെ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ചെയ്ത ഒരു 3D നിങ്ങൾ വിശദമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഫ്രണ്ട് എലിവേഷൻ, സൈഡ്, ബാക്ക് എല്ലാം കാഴ്ചയ്ക്ക് കണ്ടല്ലോ. ഒരു കേരളീയ തനിമയുള്ള തറവാട് വീടിൻ്റെ പൂർണ്ണമായിട്ടും ആ ഡിസൈനിൽ തന്നെ ഞാൻ കൊണ്ടുവരികയും അതേപോലെ തന്നെ ആ നിർമ്മാണം പൂർത്തിയാക്കിയ ഒരവസ്ഥയെ നിങ്ങൾ രണ്ടും കൂടി വിലയിരുത്തുമ്പോൾ അത് മനസ്സിലാവും. നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റണമെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് അർപ്പണ മനോഭാവം കൂടെ വേണം. കാരണം ആ വീടിൻ്റെ ഓരോ പോർഷനിലെ നിർമ്മാണ രീതി, ആദ്യം അതിൻ്റെ പ്ലാൻ വരയ്ക്കുന്നു, അതിൻ്റെ സെറ്റ് ഔട്ട് ചെയ്ത് കുറ്റിയടിക്കുന്നു, തറക്കല്ലിടുന്നു, അത് കഴിഞ്ഞതിൻ്റെ അതിൻ്റെ ഓരോ നിർമ്മാണ സമയത്തും നമ്മൾ അതീവ ശ്രദ്ധയോടുകൂടി അത് കേന്ദ്രീകരിച്ച് ചെയ്താൽ മാത്രമേ ഇത്തരം വീടുകൾ കുറ്റമറ്റ രീതിയിൽ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും. അതിൻ്റെ വിവിധ സമയങ്ങളിലുള്ള അതിൻ്റെ വീഡിയോസും ഫോട്ടോയും എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ ഇതോടൊപ്പം നിങ്ങളോട് ഷെയർ ചെയ്യുന്നു, അത് ശ്രദ്ധിക്കുക. ഡിസൈൻ നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ. 4 ചുറ്റും വരാന്തയും അതിമനോഹരമായിട്ടുള്ള തൂണുകളെല്ലാം കൊടുത്ത്
പഴയ കാലത്തുള്ള നമ്മളെ തറവാടിത്തം പിന്നെ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു വീട്. അപ്പോൾ ആ ഡിസൈൻ തയ്യാറാക്കി ആ വീട്ടുടമസ്ഥനുമായിട്ട് സംസാരിച്ചു. അവർക്കിത് മതി. അതായത് 2 ടൈപ്പ് ഡിസൈൻ ഞാൻ കൊടുത്തു. പില്ലേഴ്സിൻ്റെ വ്യത്യാസം മാത്രമേ അതിനകത്തുള്ളൂ. അപ്പോൾ ഒന്ന് പ്ലെയിൻ ആയിട്ടുള്ളതും ഒന്ന് കുറച്ച് ഇതായിട്ടുള്ള. അപ്പോൾ അത് നമ്മൾ ചെയ്തത് ആ പ്ലെയിൻ ആയിട്ടുള്ളതാണ്. അത് ഒറിജിനൽ കാണുമ്പോൾ മനസ്സിലാവും. ഇനി നമുക്കതിൻ്റെ കൺസ്ട്രക്ഷനിലേക്ക് കടക്കാം. എൻ്റെ പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞത് 3 സൈഡിലും 3 പ്രൊജക്ഷനോട് കൂടിയ ഒരു പൂമുഖമുണ്ട്. ആ 3 പൂമുഖത്തിനും നമ്മൾ ശാസ്ത്രവിധി പ്രകാരം കണക്ക് കൊടുത്ത് അത് ചെയ്തു. അത് കഴിഞ്ഞ് 4 ചുറ്റും ഒരു വരാന്തയോടുകൂടിയ ഒരു വീടാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ പ്രധാനമായിട്ടും മെയിൻ ഡോർ കഴിഞ്ഞ് അകത്തേക്ക് പ്രവേശിക്കുന്നത്. അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ വിശാലമായിട്ടുള്ള ഡ്രോയിങ് ഹാള്, ഒരു പൂജാമുറി, നടുമുറ്റം, അതിന് ചുറ്റും ഒരു അങ്കണം, കിച്ചൺ, ഇത്രയും ബെഡ്റൂമുകൾ, മറ്റുള്ള ബെഡ്റൂമും മറ്റ് സൗകര്യങ്ങളും കൊണ്ട് ഉൾപ്പെടുന്നതാണ് എൻ്റെ ഈ വർക്കെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ നാലുകെട്ടിനെ അല്ലെങ്കിൽ ഈ വീടിൻ്റെ പരമ്പരാഗതമായിട്ട് കേരളീയ തച്ചുശാസ്ത്ര വിധിപ്രകാരം ഉള്ള ഒരു വീട് എങ്ങനെ ചെയ്താൽ അതെങ്ങനെ മനോഹരമാക്കാൻ പറ്റും എന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടി ഞാൻ ഈ വീടിൻ്റെ നിർമ്മാണത്തിൽ എടുത്ത് കാണിക്കാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നു. പ്രധാനമായിട്ട് ഒന്ന് നോക്കൂ. അതിൻ്റെ ചുറ്റുമുള്ള വരാന്തയിൽ അത് പൂർത്തീകരിച്ച് നമ്മൾ ഡിസൈനിൽ കൊടുത്തതിന് ശേഷം അത് പൂർത്തീകരിച്ച ഒരു ഫോട്ടോയും ഞാൻ ഇതിനോട് കാണുന്നു. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ ഓരോ പില്ലേഴ്സും എത്ര ശ്രദ്ധയോടുകൂടി ചെയ്തിരിക്കുന്നു. ആ ഒരെണ്ണം പരസ്പരം ഒരു ചേർച്ചയില്ലാതെയല്ല. ഒരു പില്ലറിനെ നിങ്ങളെടുത്ത് അളന്നു നോക്കിയാൽ അതിൻ്റെ ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി ആ മൊത്തം തൂണുകൾക്കും ഒരേപോലെ വരത്തക്ക രീതിയിൽ അത്രയും ഒരു സൂക്ഷ്മതയോടുകൂടിയാണ് അതിൻ്റെ വർക്ക് ഞാൻ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വർക്കേഴ്സ് അത്രയും ട്രെയിനിങ് കൊടുത്ത് ഞാൻ വർഷങ്ങളായി പരിശീലിപ്പിച്ചെടുത്ത ആൾക്കാർ ചെയ്തതാണ്. പിന്നെ ഉള്ളത് ഇതിനെ ഫ്ലാറ്റ് റൂഫായിട്ട് വാർത്തതിന് ശേഷം ഈ കാണുന്ന എലിവേഷൻ വരത്തക്ക രീതിയിൽ മെറ്റൽ കൊണ്ട് ട്രസ് വർക്ക് ചെയ്ത് ആ ഡ്രസ് വർക്കിൽ ഓടിട്ടാണ് ഈ വീടിൻ്റെ ഇന്നത്തെ ഈ അവസ്ഥയിൽ കാണുന്ന ഇത് പൂർത്തിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിലും വളരെ കൃത്യതയോടുകൂടി വാസ്തുശാസ്ത്ര പ്രകാരം ആ അതിൻ്റെ സ്ലോപ്പ് നമ്മൾ പഴയ വീടുകളിലും നാലുകെട്ടും അതിൻ്റെ ചരിവും ഒക്കെ ഒരു വ്യത്യാസം വരാത്ത രീതിയിൽ അതിൻ്റെ ആ പ്രൊപ്പോർഷണാലിറ്റി അനുസരിച്ചിട്ടാണ് അതിൻ്റെ പിന്നെ ഡ്രസ് വർക്ക് ചെയ്ത് അതിൽ ഓട് പതിച്ചിട്ടുള്ളത്. പിന്നെ അതിൽ കാണുന്ന മുഖപ്പ് അതും ഈ ഒന്നിനൊന്ന് ഭംഗി വരത്തക്ക രീതിയിൽ ഇതിനകത്ത് ഒരു അഭംഗി വരാത്ത രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനം നമ്മൾ നേരെ ഹാളിലേക്ക് കയറിക്കഴിഞ്ഞാൽ അതിനകത്ത് അങ്കണത്തിന് ചുറ്റും ചെയ്തിരിക്കുന്ന വുഡ് വർക്ക്, തേക്കും തടിയിൽ ചെയ്തിരിക്കുന്ന വുഡ് വർക്ക് തന്നെയാണ് എടുത്തു പറയേണ്ടത്.
നിർമ്മാണത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൊപ്പോർഷനായിട്ട്, അതായത് ആ കേരളീയ തനിമ നഷ്ടപ്പെടാതെ ഉള്ള നടുമുറ്റം മുതൽ അതിൻ്റെ പില്ലേഴ്സ്, കോർട്ട്യാർഡ്, പിന്നെ പൂജാമുറി, അതിൽ വന്നിരിക്കുന്ന മുഖപ്പുകൾ, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റും നമ്മളൊരു നേരത്തെ ഞാൻ ശാസ്ത്രവിധി പ്രകാരം ഒരു അങ്കണത്തിൻ്റെ ഒരു മന തിരിക്കുന്ന കണക്ക് ഞാൻ പറഞ്ഞു. ആ മന കൃത്യമായിട്ട് അത് മാർക്ക് ചെയ്ത് അത് പൂർത്തിയാക്കി. പിന്നെ അതിന് ഈ വീട്ടിനോട് യോജിക്കുന്ന തരത്തിലുള്ള മെയിൻ റോഡിൽ നിന്ന് ഒരു റോഡിൽ നിന്നുള്ള ഒരു ഗേറ്റ്, ഇതെല്ലാം കൃത്യമായി പാലിക്കുകയും കറക്റ്റായിട്ട് വീടിൻ്റെ സ്ഥാനം നോക്കി വടക്ക് കിഴക്കേ ഭാഗത്ത് തന്നെ ഒരു കിണറും ഒക്കെ പൂർത്തിയാക്കി ഗാർഡനിങ് അടക്കം ചെയ്ത ഒരു നല്ല വീടാണ്. അത് നമുക്ക് ഈ വീട്ടിൽ നിന്നിൻ്റെ എലിവേഷനിൽ തന്നെ അത് മനസ്സിലാവും. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ പോയപ്പോൾ എടുത്ത 1, 2 വീഡിയോ ഇതിനകത്ത് കാണാം. പക്ഷേ അവർ വിദേശത്തായതുകൊണ്ട് ആൾതാമസം അല്പം കുറവായതുകൊണ്ടും അതിനകത്ത് കുറച്ച് പുല്ലും മറ്റു കാര്യങ്ങളും ഉണ്ടെന്നുള്ളതല്ലാതെ അതിൻ്റെ തനിമ ഒരു ശകലം പോലും ചോർന്നു പോകാത്ത രീതിയിൽ ആ വീട് മനോഹരമായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചെയ്ത ഇതുപോലെ അനേകം വീടുകൾ, ഞാൻ ഇതുപോലെ ഈ ഈ തരത്തിലുള്ള ഒരുപാട് നാലുകെട്ടും അല്ലാതെയുള്ള വീടുകൾ ഞാൻ ഇതിനകം പൂർത്തിയാക്കാനുള്ള ഒരു ഭാഗ്യം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അത് ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഓരോന്നോരോന്നായിട്ട് ഞാൻ പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. എൻ്റെ ഈ പ്രോഗ്രാം കാണുന്നവർ തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിപ്രായവും രേഖപ്പെടുത്തണം. അതോടൊപ്പം പുതുതായിട്ട് കാണുന്നവർ അത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതിനെ മറ്റ് ആൾക്കാരിൽ കൂടുതൽ എത്തിക്കാനുള്ള ഒരു പ്രോത്സാഹനം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.